ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനോ എപ്പിസോഡ് നമ്പർ 73. യൂട്യൂബിൽ ഇപ്പോൾ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കമൻറ്റ് ബോക്സ് ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഇപ്പോൾ എൻ്റെ വീഡിയോ ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എൻ്റെ ഇപ്പം നോർമലി നമുക്ക് കുറച്ചും കൂടെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കിട്ടും, അതായത് കുറച്ചും കൂടെ റീച്ച് ചെയ്ത് കിട്ടും. അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഓപ്ഷനാണ് ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതിൽ തന്നെ നമ്മൾ ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിന് ഇത് ഭയങ്കര അധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പം നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുന്നത് പോലെ തന്നെ ഹൈപ്പും കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ പറഞ്ഞില്ല എന്ന് വേണം, സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. നമ്മളൊരു 12K 30Kയിലേക്ക് എത്താൻ വേണ്ടി പോവാണ്. ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് ഷെയർ ചെയ്യുക, അതും കൂടെ മറക്കരുത്. പിന്നെ സാംസങ് വീണ്ടും ഒരു കുട്ടി എന്താ പറയുക ഈച്ച കോപ്പി അടിച്ചൊരു ഫോൺ വീണ്ടും ഇറക്കിയിട്ടുണ്ട്. സാംസങ്ങിൻ്റെ F36 എന്ന മോഡൽ ഫ്ലിപ്കാർട്ടിലാണ് ഇറക്കിയത്. M36 ആമസോണിലായിരുന്നു, ഫ്ലിപ്കാർട്ടിലാണ്. ഇതിലേക്ക് വരുമ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വീഗലിൽ അത്ര ഫിനിഷ് ആയിട്ടുണ്ട് ബാക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ സെയിം ആണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രൈസ് ആണെങ്കിൽ തന്നെ സ്റ്റാർട്ടിങ് മോഡലിൻ്റെ പ്രൈസ് 17,500 രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഫറിലാണെങ്കിൽ 16,000 രൂപയൊക്കെ കിട്ടുന്നുണ്ട്. മറ്റേതിൻ്റെ ആക്ച്വൽ പ്രൈസൊക്കെ ഇറങ്ങി 22 ആ റേഞ്ചൊക്കെ ആയിരുന്നു. സാംസങ്ങിന് മനസ്സിലായി അത്രയും ഇറക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ആ ആക്ച്വൽ ഓഫർ പ്രൈസിൻ്റെ ആ ലെവലിൽ തന്നെ ഇറക്കിയിട്ടുണ്ട്. മറ്റേതിന് പ്രൈസ് കുറഞ്ഞു കേട്ടോ. മറ്റേ M36 പ്രൈസും ഇപ്പം ഈ പറയുന്ന 17,500 രൂപ തന്നെയാണ്. അതായത് വെറുതെ ആദ്യം പോയി അങ്ങ് മാട്ട പ്രൈസ് ഇറക്കും, പിന്നെ അത് കുറച്ചിറക്കും. അതിനെക്കാട്ടും നല്ല ആദ്യം നല്ല പ്രൈസിൽ ഇറക്കിയാൽ പോരെ. ഇനിയിപ്പോൾ അടുത്തൊരു S25 FE എന്ന മോഡലും കൂടെ വരാനുണ്ട്. അതും ഈ എക്സാക്റ്റ് മോഡലായിരിക്കും. ആദ്യം കൊണ്ടുപോയി 60,000 രൂപക്ക് ഇറക്കും, എന്നിട്ട് പിന്നെ ആദ്യം കുറച്ച് 30,000 രൂപക്ക് സെയിൽ ചെയ്യുന്ന ബ്രാൻഡാണ്. അപ്പോൾ അതാണ് സാംസങ് ഏറ്റവും വലിയ കോമഡി. പിന്നെ ഈ ഒരു വീക്കെൻഡ് ആയിട്ടുള്ള നമ്മുടെ ടെക് വിത്ത് അഭിനവാണ്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ആഴ്ച ഒരുപാട് ഫോൺസ് വരുന്നുണ്ട്. അപ്പോൾ ഇനി അതും കൂടെ നമ്മൾ കവർ ചെയ്യും. ഏതൊക്കെ ഫോൺസാണ് ഒഫീഷ്യലായിട്ട് ലോഞ്ച് ഡേറ്റ് കൺഫേം ചെയ്ത ഫോൺസ് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റായിട്ട് വരുന്ന 24-ാം തീയതി 2 ഫോൺസ് വരുന്നുണ്ട്. 24-ാം തീയതി ഒരു ബ്രാൻഡ് 2 ഫോൺസ് വരുന്നുണ്ട്. റിയൽമിയുടെ 15-ഉം 15 പ്രോവും. ഇപ്രാവശ്യം പ്രോ പ്ലസിന് വെച്ചാൽ നോർമലി പ്രോ പ്ലസ് ആണ് ഇറങ്ങാറ്. പക്ഷേ ഇപ്രാവശ്യം എന്തുകൊണ്ടോ പഴയ പോലെ തന്നെ 15 പ്രോ എന്ന രീതിയിലാണ് ഇറങ്ങുന്നത്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഡിസൈൻ വൈസ് ആണെങ്കിലും ഫുള്ളി ചേഞ്ച്ഡ് ആയിട്ട് ഡിസൈനാണ് ഇപ്രാവശ്യം നമ്പർ സീരീസിൽ വരുന്നത്. സ്പെക്ക് ആണെങ്കിൽ റിയൽമി 15-ലാണെങ്കിൽ ഡിമെൻസിറ്റിയുടെ 7300+ എന്ന പ്രോസറാണ് വരുന്നത്. 7000 mAh ബാറ്ററി, 80 വാട്ട് ഓഫ് ഫാസ്റ്റ് ചാർജിങ്, 15 MB മെയിൻ ക്യാമറ ഉണ്ടാകും, 8 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്, 50 MB തന്നെയാണ് സെൽഫി ക്യാമറ ഒക്കെ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് ഇതിൻ്റെ പ്രോ മോഡലായിട്ടുള്ള 15 പ്രോ ആണെങ്കിൽ ഇതിൽ വരുന്നത് കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 4 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. 7000 mAh ബാറ്ററി, 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്, 50 MB പ്രൈമറി ക്യാമറ, 50 MB അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്, 50 MB തന്നെയാണ് സെൽഫി ക്യാമറ ഒക്കെ ആയിട്ട് വരുന്നത്. പക്ഷേ എന്തോന്ന് മിസ്സിംഗ് ഉണ്ട്, അതായത് ടെലിഫോട്ടോ ലെൻസ് ഇപ്രാവശ്യം വരുന്നില്ല. ഇനി പ്രോ പ്ലസ് പിന്നെ ഇറങ്ങുമെന്ന് അറിയത്തില്ല, പക്ഷേ ഇപ്രാവശ്യം ഈ പ്രോ മാത്രമേ ഇറങ്ങാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ടെലിഫോട്ടോ നൈസായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്നുള്ളതൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. റിയൽമി ആണ്. നോർമലി പറയുകയാണെങ്കിൽ 25 ആ റേഞ്ചിൽ വരേണ്ട സ്പെക്ക് ഉണ്ട്, പക്ഷേ ടെലിഫോട്ടോ ലെൻസ് ഇല്ല. നോർമലി ക്യാമറ ഓറിയൻ്റ് ആയിട്ടുള്ള മോഡലായിരുന്നു ഇത്ര നാൾ ഇറക്കിയത്. ഇപ്രാവശ്യം ക്യാമറ സെറ്റപ്പ് ഉണ്ട്, പക്ഷേ ടെലിഫോട്ടോ ലെൻസ് ഇല്ല. ഇപ്പോൾ 20,000 രൂപയ്ക്ക് വരെ CMF ഫോണിലൊക്കെ ടെലിഫോട്ടോ ഒക്കെ വരുമ്പോൾ റിയൽമി ക്യാമറ ഫോൺ എന്നൊക്കെ പറഞ്ഞ് ഇറക്കുമ്പോൾ അതിൽ മിനിമം ടെലിഫോട്ടോ അങ്ങ് വേണ്ടേ, അതിൽ വരുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. 24-ാം തീയതിയാണ് ഈ 2 ഫോൺസ് ലോഞ്ച് ചെയ്യുന്നത്. അതേ ദിവസം തന്നെ 24-ാം തീയതി വേറൊരു iQOO Z10R എന്ന മോഡൽ കൂടെ വരുന്നുണ്ട്. വിവോ T4R കൂടെ വരുന്നുണ്ട്. അതിൻ്റെ കമ്മിങ് സൂൺ മാത്രമേ വന്നിട്ടുള്ളൂ, ഡേറ്റ് കൺഫേം ആയിട്ടില്ല. അപ്പോൾ 24-ാം തീയതി Z10R വരുന്നുണ്ട്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ ഡിമെൻസിറ്റിയുടെ 7400+ എന്ന പ്രോസർ വരുന്നുണ്ട്, 5700 mAh ബാറ്ററി ആയിട്ട് വരുന്നത്, 50 MB മെയിൻ ക്യാമറ ഉണ്ടാകും, 32 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ട് ആൻഡ് റിയറിലും 4K 13 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. IP69 IP റേറ്റാണ് കൊടുത്തിട്ടുമുണ്ട്. സോ ഒരു 20,000 രൂപ റേഞ്ചിലായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. ആ ഒരു റേഞ്ചിൽ ഇത് സ്പെക്കും വെച്ച് വരികയാണെങ്കിൽ ഇറ്റ്സ് വേറെ ലെവൽ ഫോൺ തന്നെ ആയിരിക്കും. എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ വെച്ചാൽ എന്തായാലും വരും. സോ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ. പിന്നെ ലാവയുടെ ഒരു കിടിലം പേരും വെച്ചുകൊണ്ട് ലാവ ഒരു ഫോൺ ഇറക്കുന്നുണ്ട്. ലാവയുടെ ഡ്രാഗൺ എന്ന മോഡൽ. ഇവിടെ ഒരു ഫോണിന് പറ്റിയ പേരാണോ ഡ്രാഗൺ? സിനിമയുടെ ഒക്കെ പേരാണ് ഫോണിനൊക്കെ ഇടുന്നത്. ഏതാ ഫോൺ യൂസ് ചെയ്യുന്നത് ബ്രോ? ലാവയുടെ ഡ്രാഗൺ. പേരൊന്നും കിട്ടാനേ ഇല്ലേ ലാവക്കൊന്നും ഈ ഒരു പേരും വെച്ചുകൊണ്ട് ഫോൺ ഇറക്കുന്നത്. ബാക്കിയുള്ള സ്പെക്ക് ഞാൻ പറഞ്ഞത് കോം സ്നാപ്ഡ്രാഗൻ്റെ 4 Gen 2 എന്ന പ്രോസറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. UFS 3.1 സ്റ്റോറേജും വെച്ചുകൊണ്ട് 10K റേഞ്ചിലാണ് ഈ ഒരു ഫോൺ വരുന്നതെന്നാണ് കേൾക്കുന്നത്. ഡിസൈൻ വൈസ് ആണെങ്കിലും കാണാനൊക്കെ രസമുണ്ട്. ചില കളറിനെ കാണുമ്പോൾ ഭയങ്കര ബോറായിട്ട് തോന്നുന്നുണ്ട്, എന്നാലും കുഴപ്പമൊന്നും. അതായത് ആ കളർ കാണാൻ രസമില്ല, പക്ഷേ ബാക്കിയുള്ള കളറൊക്കെ ഡീസൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ലാവയുടെ ഡ്രാഗൺ കുഞ്ഞ് പോലൊരു സാധനം വരുന്നുണ്ട് 10K റേഞ്ചിൽ. പെർഫോമൻസ് വൈസ് ഒരു വേറെ ലെവലായിരിക്കും. 10K റേഞ്ച് ആണെന്നാണ് കേൾക്കുന്നത്. അപ്പം കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയില്ല. 25-ാം തീയതിയാണ് ഈ ഫോൺ ഇറങ്ങുന്നത്. 24-ാം തീയതി 3 ഫോൺ ഇറങ്ങുന്നുണ്ട്. 25-ാം തീയതി വേറൊരു ഫോൺ കൂടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫോൺസാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അടുത്ത ആഴ്ച ഡേറ്റ് കൺഫേം ചെയ്ത ഫോൺ. ഇത് കൂടാതെ വേറെ ഒരുപാട് ഫോൺസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് ആ രീതിയിൽ നമ്മൾ അടുത്ത ടെക് വിത്ത് അഭിനവിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ആൻഡ്രോയിഡും ക്രോം OS ഇല്ലേ, അതായത് ബഡ്ജറ്റ് ലെവൽ ലാപ്ടോപ്പിലൊക്കെ കാണാറുള്ള ക്രോം OS കൂടെ മെർജ് ചെയ്യാൻ വേണ്ടി പോവാണ്. മെർജ് ചെയ്യാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ആപ്പിളൊക്കെ പോലെ ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യാനാണ് ആൻഡ്രോയിഡ് ശ്രമിക്കുന്നത്. അപ്പോൾ വരികയാണെങ്കിൽ നൈസായിരിക്കും. അപ്പം ഡെവലപ്പ് ചെയ്ത് വരാനിപ്പോൾ ഒരുപാട് വർഷം എടുക്കും. എന്തായാലും മെർജ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ന്യൂസാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ ഗൂഗിളിൻ്റെ 10 സീരീസിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം 20-ാം തീയതിയാണ് ഈ ഒരു ഗൂഗിളിൻ്റെ പിക്സൽ സീരീസ് ഇറങ്ങുന്നത്. പിക്സൽ 10, പിക്സൽ 10 Pro, 10 Pro XL, ഇങ്ങനെ 3 ഫോണും പിന്നെ ഒരു ഫോൾഡബിൾ ഫോണും കൂടി ഉണ്ടാകും. അപ്പം ഇത്രയും ഫോൺസാണ് ഗൂഗിൾ 20-ാം തീയതി ലോഞ്ച് ചെയ്യുന്നത്. ഇപ്രാവശ്യം പെർഫോമൻസ് വെച്ചൊക്കെ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഡീറ്റെയിലൊക്കെ അറിയുന്ന രീതിയിൽ നമ്മൾ അടുത്തടുത്ത വീഡിയോയിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പിന്നീട് വിവോയുടെ V60, അതായത് ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിസൈൻ വൈസൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ റിയൽമി നമ്പർ സീരീസ് ഡിസൈൻ മാറ്റിയ പോലെ തന്നെ ഇപ്പോൾ വിവോവും അവരുടെ മെയിൻ സീരീസ് ആയിട്ടുള്ള V സീരീസിൻ്റെ ഡിസൈനും ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ആപ്പിളിൻ്റെ 16-ലൊക്കെ കാണുന്ന രീതിയിലുള്ള ക്യാമറ ഡെക്കോറൊക്കെയാണ് ഈ ഒരു ഫോൺ വരുന്നത്. കാണാനൊക്കെ നല്ല രസമുണ്ട്. കാരണം എപ്പോഴും സെയിം ഡിസൈൻ വെച്ചുകൊണ്ട് ഇറക്കുമ്പോൾ അത് ഭയങ്കര ബോറാടി. ഈ ഒരു ഡിസൈനൊക്കെ കാണാൻ രസമുണ്ട്. കോപ്പിയുടെ ആണെങ്കിലും കാണാനൊക്കെ നല്ല രസമുണ്ട് കാണാൻ എന്തായാലും. പിന്നെ ഒരു പുതിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 16 ആയിട്ടായിരിക്കും ഈ ഒരു ഫോൺ ഔട്ട് ഓഫ് ബോക്സ് ആയിട്ട് വരുന്നത്. അതും ഒറിജിനോയ്സ് ആയിട്ട്. കുറേ നാളായിട്ട് ഒറിജിനോയ്സ് വേണം എന്ന് കസ്റ്റമേഴ്സൊക്കെ പറയുന്ന കാര്യമാണ്. അപ്പം ഇപ്രാവശ്യം ആ ഒരു ഒറിജിനോയ്സ് ഈ പറഞ്ഞ വിവോയുടെ ഫോണിൽ വരുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഫൺ ടച്ച് ചോയ്സിനെക്കാളും എത്രയോ ബെറ്ററാണ് ഒറിജിനോയ്സ്. നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ കമ്പാരിസൺ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആനിമേഷൻസ് ആണെങ്കിലും കസ്റ്റമൈസേഷൻ ആണെങ്കിൽ വേറെ ലെവലാട്ടോ കമ്പാരിറ്റീവ്ലി. അപ്പം ആ ഒരു ഒറിജിനോയ്സ് ഇന്ത്യയിലേക്ക് വരികയാണ്. അതും ഈ വിവോയുടെ V60 എന്ന മോഡലിൽ. ലോഞ്ച് ഡേറ്റ് എന്തായാലും അടുത്ത മാസം ഒക്കെയാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. അപ്പം അതുവരെ വെയിറ്റ് ചെയ്യുക. കൂടുതലായിട്ടുള്ള അപ്ഡേറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്തായാലും ആ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. അപ്പം ഇത്രയും ടെക് ന്യൂസാണ് നമുക്ക് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള കമ്പാരിസൺ വീഡിയോസോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് സൈനിങ് ഓഫ്. ബൈ.